അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ തിരുവനന്തപുരം കോടതി ജാമ്യം കൊടുത്തിട്ടുമെങ്കിലും ACJM ആണ് ഇപ്പോൾ ജാമ്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ജില്ലാ കോടതിയിൽ സർക്കാർ പോയി ജാമ്യം റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബെയിൽ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ അപ്പീൽ പോകണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കാരണം തുടർച്ചയായി ഉണ്ടാകുന്ന വിവാദങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ 2 മാസക്കാലമായി UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം RSSന്റെ അജണ്ടകൾ മാത്രം നടപ്പിലാക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ PM ശ്രീ വിഷയം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, സവർക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, TG മോഹൻദാസിൻ്റെ ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, അങ്ങനെ തുടർച്ചയായി സംഘപരിവാറിൻ്റെ അജണ്ടകൾ UDFന്റെ ഭരണകാലത്ത് നടപ്പിലാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് TG മോഹൻദാസിന് ജാമ്യം ലഭിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ബോധപൂർവമായി ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ഗുരുതരമായ വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അന്വേഷണ സംഘത്തെ മാറ്റി മറ്റേതെങ്കിലും ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ്. കാരണം ജനങ്ങൾക്കും പരാതിക്കാരനെന്ന രീതിയിൽ എനിക്കുമെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവ്യക്തത, സംശയം അത് ദൂരീകരിക്കുന്നതിന് വേണ്ടി നിലവിലെ അന്വേഷണ സംഘം അവരെ മാറ്റിക്കൊണ്ട് പുതിയ ഒരു ഏജൻസി, അത് ക്രൈംബ്രാഞ്ച് ആണെങ്കിലും അത് സർക്കാരിന് തീരുമാനിക്കാം, അങ്ങനെ പുതിയ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുവാനായിട്ട് സർക്കാർ തയ്യാറാകണം. നിലവിലെ അന്വേഷണ സംഘത്തിലുള്ള വിശ്വാസം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അത് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പരാതികൾ ഉയർന്നു വരികയാണ്. സാധാരണ ഒരു പോലീസുകാരന് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ IG പോലുള്ള പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത് അത് നിർഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. അതിനകത്ത് വലിയ ഗൂഢാലോചനയുണ്ട്. മാത്രമല്ല സർക്കാരിന് ഈ പറഞ്ഞ കാര്യത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അറിയാം. TG മോഹൻദാസിൻ്റെ പ്രസ്താവന നമുക്കറിയാം, നമ്മുടെ സമൂഹത്തെ ആകെ വേദനിപ്പിച്ച ഒരു പ്രസ്താവനയാണ്. അപ്പോൾ ഇങ്ങനൊരു കലാപാഹ്വാനം നടത്തിയ ആൾ, സ്ത്രീത്വത്തെ പരസ്യമായി ആക്ഷേപിച്ച ആൾക്ക് കേരളത്തിൽ 24 മണിക്കൂർ കൊണ്ട് ജാമ്യം കിട്ടും എന്നുള്ളൊരു സന്ദേശം കൊടുക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള വാചകങ്ങൾ പറയുവാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ പലർക്കും ശക്തി പകരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ തിരുവനന്തപുരം കോടതി ജാമ്യം കൊടുത്തിട്ടുമെങ്കിലും ACJM ആണ് ഇപ്പോൾ ജാമ്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ജില്ലാ കോടതിയിൽ സർക്കാർ പോയി ജാമ്യം റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബെയിൽ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ അപ്പീൽ പോകണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. സർക്കാർ ഈ ജാമ്യം റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബെയിൽ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ജില്ലാ കോടതിയിൽ പോയി ഈ ജാമ്യം ക്യാൻസൽ ചെയ്ത് ഇദ്ദേഹത്തെ ജയിലിൽ അടക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പരാതി നൽകിയാൽ ഇവിടുത്തെ നിയമ സംവിധാനം ഇടപെടും എന്നുള്ളൊരു വിശ്വാസം ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സർക്കാർ മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ നിയമപരമായ പോരാട്ടത്തോടൊപ്പം തന്നെ ശക്തമായി ഈ ഗവൺമെൻറ്റിൻ്റെ സംഘപരിവാർ പീഡനത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഈ ഗൗരവമായ വിഷയം, ഇപ്പോൾ ഞാൻ ഈ വിഷയങ്ങളെല്ലാം സൂചിപ്പിച്ചു. അതിൻ്റെ FIRൻ്റെ കോപ്പിയും ഇന്നിപ്പോൾ ഞങ്ങൾ ആഭ്യന്തരമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുകയുണ്ടായി. 15 ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിക്ക് ഞങ്ങൾ പരാതി കൊടുത്തത്. പക്ഷേ ഇന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ അന്വേഷണ സംഘത്തെ മാറ്റണമെന്നുള്ളതും സർക്കാർ ഈ ബെയിൽ ക്യാൻസലേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ നൽകി ജനങ്ങൾക്കുണ്ടായ ഒരു അവിശ്വാസം അത് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളത് കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇങ്ങനെ വർഗീയ വംശീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നവർക്ക് കേരളത്തിൽ തണലൊരുക്കുന്ന ഒരു ഗവൺമെൻറ്റായി UDF ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് വളരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നിയമപരമായ പോരാട്ടങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും.